സ്തോത്രം. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ആദ്യമായിട്ടിട്ട പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ലൈവായിട്ടൊക്കെ വരുമെന്ന്. ലൈവായിട്ട് വരാനുള്ള ഒരു മാർഗവും കാണുന്നില്ല. കാരണം യൂട്യൂബിൽ അങ്ങനെ ലൈവായിട്ട് പെട്ടെന്നൊന്നും ആർക്കും വരാൻ പറ്റില്ല. ഏതായാലും അതിൻ്റെ സമയം വരട്ടെ. ആ സമയത്ത് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാം. എന്നാലും ദൈവജനത്തോട് അറിയിക്കാൻ, മക്കളോട് അറിയിക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും അറിയിക്കാമല്ലോ. എനിക്ക് ഈ എഡിറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ, എഡിറ്റ് ചെയ്താൻ. അതുകൊണ്ട് ഞാനിങ്ങനെ നിങ്ങളോടത്ത് ഞാൻ ഈ കാര്യങ്ങളെ പങ്കുവയ്ക്കുകയാണ്. എൻ്റെ സാക്ഷ്യവും അതോടുകൂടെ കർത്താവിൻ്റെ ശക്തമായ വചനമാണ്. അത് വചനത്തിൽ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്കത് മനസ്സിലാക്കി തരികയായിരിക്കും. ഈ ജീവിതത്തിൽ മനുഷ്യനെ എങ്ങനെയാണ് പിശാച് വഞ്ചിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാൻ സാധിക്കും. അറിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ തീർച്ചയായും രക്ഷപ്രാപിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ രക്ഷപ്രാപിച്ചു. ശരി, ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഹിന്ദു വിശ്വാസത്തിലായിരുന്നു. ഹിന്ദു വിശ്വാസം എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അപ്പൻ മന്ത്രവാദിയായിരുന്നു. നല്ല തമ്പി എന്നാ പേര്. അങ്ങേര് മരിച്ചുപോയി. അങ്ങേര് മന്ത്രവാദം എന്ന് വെച്ചാൽ ചൂണ്ടിയൊക്കെ നിർത്തിക്കളയും. അത്ര വിദഗ്ധനാണ്. ചൂണ്ടുവർമ്മ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊക്കെ അറിയുന്നവർക്കേ അറിയാവൂ. ചൂണ്ടുവർമ്മ ഇതൊക്കെ അറിയുന്ന ആളാണ് അങ്ങേര്. ആഭിചാരത്തിൽ കൂടെ ആ ചൂണ്ടി നിർത്തുന്ന പരിപാടികളൊക്കെ. അതുപോലെ ഒരുപാട് മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആളാണ്. എനിക്കെന്തെങ്കിലും അസുഖം വന്നാൽ അങ്ങേര് ഓടി വരും. എൻ്റെ വീട്ടിൽ വന്നിരുന്ന് കളിമണ്ണിൽ രൂപമൊക്കെ ഉണ്ടാക്കി എൻ്റെ മുന്നിൽ വെച്ച് കൊണ്ട് അങ്ങ് മന്ത്രം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അരിപ്പൂവും മണ്ണ് മനവിട്ട് കുടമിട്ട് മാറി ഇങ്ങനെ അങ്ങനെ അതൊക്കെ മറന്നുപോയി എനിക്ക്. അപ്പോൾ അത് അങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് ബന്ധുക്കളിൽ അവരെ റിലേറ്റീവിലൊക്കെ ചത്ത ആളുകളൊക്കെ അങ്ങ് വിളിക്കും. അവരെ പേര് പറഞ്ഞ് ഇങ്ങ് വിളിക്കും. പിന്നെ കുറേ മാടയെന്നും ഓടയെന്നും ഇങ്ങനെ കുറേ പേരുകളുണ്ട്. എല്ലാം അങ്ങ് വിളിച്ചിരുന്നു കൊണ്ട് അങ്ങ് തുള്ളും. തുള്ളി പ്രാർത്ഥിക്കും. പ്രാർത്ഥനയല്ല, മന്ത്രിച്ച് എൻ്റെ ശരീരത്തിൽ ഞാൻ എന്നെ പിടിച്ച് മുമ്പിലാൾ ഇരുത്തിയിരിക്കും. ഫ്രണ്ടിൽ കളിമണ്ണ് രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് കാണും. പിന്നെ എല്ലാ പാക്ക്, വെറ്റല, ചുണ്ണാമ്പ്, അത് ഇതെല്ലാം എടുത്ത് വെച്ച് അങ്ങനെയൊക്കെ വെച്ച് കൊണ്ടാണ് പൂവ് ഒക്കെ, പിച്ചിപ്പൂ ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഓരോരോ പൂവ് പറക്കി പിന്നെ തിരുനൂറ് ഇതൊക്കെ വെച്ചിട്ട് എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ പറക്കിയിട്ടിട്ട് അങ്ങേര് മന്ത്രിച്ചിരിക്കും. ഇങ്ങനെ മന്ത്രിക്കും പറക്കിയിടും. തിരുനൂറെടുക്കും, മന്ത്രിക്കും, പറക്കിയിടും. ഇങ്ങനെയൊക്കെയാണ് അന്ന് അങ്ങേര് മന്ത്രമൊക്കെ ചെയ്ത്. ആ ഒരു രീതിയിൽ ഞാൻ ഇതൊക്കെ കണ്ട് കേട്ട് വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്കറിയാം എന്താണ് ഇങ്ങേരും മന്ത്രിക്കുന്ന ഗുഡ്നെസ്, അതിലൊക്കെ എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കവേ ഒരു 10-16 വയസ്സ് വരെ ഞാൻ ഉണ്ടായിരുന്നു. വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ബോംബെക്ക് പോയി. ബോംബെയിൽ കുറേ കാലം അവിടെ ഇവിടെയായിട്ട് ജോലി ചെയ്തു. ഹോട്ടലുകളിലും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് 1986 ഞാൻ ജസ്ലോക് ഹോസ്പിറ്റലിൽ ജോലി കയറി. ജസ്ലോക് ഹോസ്പിറ്റലിൽ ജോലി കയറിയതിന് ശേഷം ഒരു 8-9 വർഷം അവിടെ ജോലി ചെയ്തിട്ട് അതായത് വിടുന്നതിനും ഒരു 2 വർഷത്തിന് മുമ്പേ, അതായത് 2 വർഷത്തിന് മുമ്പേ എനിക്ക് പൈൽസിൻ്റെ രോഗം പിടിപെട്ടു. പൈൽസിൻ്റെ രോഗം എന്ന് വെച്ചാൽ വന്നവർക്കേ അറിയാവും. എൻ്റെ കൂട്ടത്തിൽ ഒരുത്തന്നെ ഉണ്ടായിരുന്നു. അവൻ പൈൽസിൻ്റെ രോഗത്തിന് ഓപ്പറേഷൻ ചെയ്തിട്ട് അവന് നിൽക്കാൻ പിടിക്കാൻ പറ്റില്ല. ബാത്റൂമിൽ പോകണമെന്ന് വെച്ചാൽ അന്നേരം വെക്കോണം. അങ്ങനെ ആ രീതിയിലുള്ള ഇത് അവന് വന്നു. ഞാനിത് പറഞ്ഞു വരുന്നത്, ദൈവം ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, എല്ലാം വെറുക്കുന്ന കാര്യങ്ങളാണ്. ബൈബിളിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് വാക്യങ്ങളൊക്കെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവന് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തിട്ട് പെട്ടെന്ന് പോകണമെന്ന് അങ്ങ് പോകും. ഈ അസുഖം എനിക്ക് പിടിച്ചപ്പോൾ ഞാൻ ആകപ്പാടെ വല്ലാത്ത അവസ്ഥയിലായി. ആ ജസ്ലോക് ഹോസ്പിറ്റലിലുള്ള ഡോക്ടറെ എന്നെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങേര് മരുന്ന് തന്നുകൊണ്ടിരുന്നു, ഗുളികയും പിന്നെ ഇടാനുള്ള ക്രീം ഇതൊക്കെ തന്നുകൊണ്ടിരുന്നു. ഒരു വ്യത്യാസമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വിവാഹം കഴിഞ്ഞു.
വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയ ഉടനെ ഞാൻ മസ്കറ്റിലേക്ക് പോയി. മസ്കറ്റിൽ ഡിഫൻസിലാണ് ജോലിക്ക് കയറിയത്. അവിടെ ഡിഫൻസ് ഹോസ്പിറ്റലിലാണ്, AFH ഹോസ്പിറ്റൽ. എല്ലാവർക്കും അറിയാം. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, എൻ്റെ കൂടെ ജോലി ചെയ്തവർ ഇപ്പോൾ എന്നെ കാണുകയായിരിക്കും, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് മസ്കറ്റിൽ, ഹോസ്പിറ്റലിലും. ഇങ്ങനെ ഒരുപാട് പേര് എന്നെ കാണുകയായിരിക്കും. കണ്ടാൽ എനിക്ക് വളരെ സന്തോഷമാണ്. നിങ്ങളും ഇത് എന്നെ കണ്ടവർക്ക് അറിയാം ഞാൻ ജീവിച്ച രീതി എങ്ങനെയാണെന്ന്. അപ്പോൾ അവരെല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ വിശ്വാസം നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അവിടെ ജോലിക്ക് കയറി ഈ പൈൽസിൻ്റെ രോഗം വെച്ചുകൊണ്ടാണ് അവിടെ പോണത്. അപ്പം അങ്ങനെ ഇരിക്കവേ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് ഔസ്മാര രോഗം, ഫിറ്റ്സ് രോഗം അവിടെ വെച്ച് പിടിപെട്ടു. മസ്കറ്റിൽ വെച്ച് പിടിപെട്ടിട്ട്, അതായത് 2 മാസം, പിന്നെ 1.5 മാസം, പിന്നെ 1 മാസം, ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. വരുമ്പോൾ എന്ന് വെച്ചാൽ ഫിറ്റ്സ് രോഗം വരുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഈ തമിഴിലൊക്കെ കാക്കാവലി എന്ന് പറയും, ഇതിൽ ഔസ്മാരം, മലയാളത്തിൽ ഔസ്മാരം എന്ന് പറയും. അപ്പോൾ വരുമ്പോൾ പതയും തള്ളി പല്ലും കടിച്ച് അങ്ങ് വിറച്ച് എടുത്ത് ആരെങ്കിലും ചാവി എന്തെങ്കിലുമൊക്കെ കയ്യിൽ തരുമ്പോൾ അതങ്ങ് കുറച്ച് നേരം കഴിയുമ്പോൾ വിട്ടുമാറും. എന്നാൽ ഭയങ്കര ക്ഷീണമായിരിക്കും ശരീരത്തിന്. അതാണ് ഈ രോഗം. അപ്പോൾ ഇത് വന്നതിന് ശേഷം ഞാനെന്നും വലിയ പ്രയാസത്തിലായി, ദുഃഖമായി മനസ്സിന്. എന്തോ ഞാൻ ജീവിച്ച രീതി അങ്ങനെയാണ്. ബോംബെയിൽ ജീവിച്ച രീതി ആ രീതിയിലാണ്. എന്നെ ബോംബെയിലൊക്കെ ഉണ്ടായിരുന്ന അവരും കാണണമെങ്കിൽ അവർക്ക് ഇതൊരു വലിയ അത്ഭുതമാവും. ഫ്രാൻസിസ് ഇങ്ങനെ ആയോ എന്ന് പറഞ്ഞുകൊണ്ട്, ഫ്രാൻസിസിന് ഇതെന്ത് പറ്റി എന്ന് വരെ അവർ ചിന്തിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അവർ കാണുമെങ്കിൽ. കാരണം ബോംബെയിൽ ഒരുപാട് സ്നേഹിതന്മാരെനിക്കുണ്ടായിരുന്നു. മറാഠിക്കാരിൽ, തമിഴ്, മലയാളികൾ, ഇങ്ങനെ ഇഷ്ടംപോലെ സ്നേഹിതന്മാരുണ്ട്. അതുമാത്രമല്ല, അലവലാതി സ്നേഹിതന്മാരാണ്, കൂട്ടുകാരാണ് എനിക്കവിടെ ഉണ്ടായിരുന്നത്. നല്ല സ്നേഹിതന്മാരുണ്ട്, എന്നാൽ കൂടുതലുണ്ടായിരുന്നത് അലവലാദികളാണ്. അതായത് റൗഡി സെറ്റുകളാണ്. അവരുടെ കൂട്ടത്തിൽ ഞാനുമുണ്ട്. അവരിവിടെ ഏത് റൗഡി സേനത്തിന് പോകുമെങ്കിലും ഞാനുണ്ട്. എല്ലാ കാര്യത്തിനും അവരുടെ കൂടെ ഞാനുണ്ടായിരിക്കും. അത്രമാത്രം ഒരു മനുഷ്യനും കൊള്ളാവുന്ന രീതിയിലുള്ള പ്രവൃത്തിയല്ല അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് അവിടെ വെച്ച് ഈ പൈൽസിൻ്റെ രോഗം വരാനും ഇവിടെ വന്നപ്പോൾ ഈ ഔസ്മാരത്തിൻ്റെ രോഗം വരാനും. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ കൈവിട്ടില്ല. അതാണ് എനിക്ക് ഇപ്പോഴും എപ്പോഴും പറയാനുള്ള ആ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ ഓർത്ത് നിങ്ങളുടെ അടുത്ത് ഞാൻ ഇത് പറയുന്നത്. ദൈവം എത്രമാത്രം സ്നേഹമുള്ളവനാണ്. അന്നും ഇന്നും എന്നും നമ്മളെ സഹായിക്കാനും വിടുവിക്കാനും രക്ഷിക്കാനും എപ്പോഴും നമ്മളെ പുറകെ ഉണ്ട് കർത്താവ്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം, ദൈവത്തെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ദൈവം നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നില്ല. അതാണ് യഥാർത്ഥം. ദൈവം എപ്പോഴും കൂടെ ഉണ്ട്. എങ്ങനെയെങ്കിലും മകനെ, മകളെ, വാ ഞാനിതിൻ്റെ പുറകെ ഉണ്ട് എന്ന് ഒരു ശബ്ദം എപ്പോഴും നമുക്ക് തന്നുകൊണ്ടിരിക്കും. എന്നാൽ മനുഷ്യൻ്റെ ചിന്തയിൽ ഈ ലോകത്തിൻ്റെ ചിന്തയും പൈശാചിൻ്റെ ചിന്തയും ഈ മോഹങ്ങളും എല്ലാം കൂടെ അടിച്ചു കയറി മനുഷ്യനെ അവൻ്റെ ഈ ലോകചിന്തയിലേക്ക് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അതാണ് മനുഷ്യൻ ദൈവത്തെ അറിയാത്തത്. ദൈവം എൻ്റെ പുറകെ വിളിക്കുമ്പോൾ മനുഷ്യന് അങ്ങനെ ദൈവശബ്ദം കേൾക്കാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ലോകത്തിൻ്റെ മോഹങ്ങളും ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സാത്താൻ കൊണ്ട് അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് മനുഷ്യന് ദൈവത്തെ കണ്ടെത്തേണ്ട സമയത്ത് കണ്ടെത്താൻ പറ്റാത്തത്. ബൈബിളിൽ തിരുവചനമുണ്ട്, ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട സമയത്തിൽ നിങ്ങൾ അന്വേഷിപ്പിൻ കണ്ടെത്തുവിനെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് കഴിയാതെ പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കോട്ടയത്തിലുള്ള ഒരു വർഗീസ് എന്നൊരു സഹോദരനുണ്ടായിരുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പുള്ളിക്കാണെങ്കിലൊന്നും അസുഖം, പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട്. പല പ്രാവശ്യം നടുവേദനയും അങ്ങനെ തോള് വേദന, കഴുത്ത് വേദന, ചിലപ്പം കഴുത്തിൽ കെട്ടിക്കൊണ്ട് കിടക്കാൻ കാണാം. ചിലപ്പോൾ ഇടുപ്പിലാണെങ്കിൽ പല പ്രാവശ്യം വന്നിട്ട് അഡ്മിറ്റായി
ഹോസ്പിറ്റലിൽ അതിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അന്ന് എല്ലാവർക്കും അത് അറിയാവുന്നുള്ള കാര്യമാണ്. ഇപ്പോൾ അയാൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല. അയാളുമായിട്ട് ഞാൻ പിരിഞ്ഞിട്ട് ഏകദേശം 10-20 വർഷം കഴിഞ്ഞു. ഇതുവരെ ഒരു കോൺടാക്റ്റുമില്ല. എന്നാൽ ഞാൻ പറഞ്ഞു വരണത്, അങ്ങേര് വലിയ പ്രാർത്ഥന എന്ന് വെച്ചാൽ കരസ്മറ്റിക് പ്രാർത്ഥനയ്ക്കൊക്കെ പോവും. അയാൾ ഓർത്തഡോക്സാണ്. എന്നാലും മസ്കറ്റിൽ ഗാല എന്ന് പറയുന്ന അവിടെ ഒരു ചർച്ചുണ്ട്, ഗാലാപ്പള്ളി. അവിടെ കത്തോലിക്ക സഭയിൽ സ്ഥിരമായിട്ട് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കരസ്മറ്റിക് പ്രാർത്ഥനയ്ക്ക് പോകും. പിന്നെ ഇവിടെ ആണെങ്കിൽ ഭയങ്കര പ്രാർത്ഥന. എപ്പോൾ കണ്ടാലും ആ കട്ടിൽ ഇരിക്കുന്ന ബേരക്കാണ് ഈ ആർമിയിൽ. അതിൻ്റെ അടുത്തിരുന്ന് എപ്പോഴും പ്രാർത്ഥന, ജപമാല പറഞ്ഞുകൊണ്ടിരിക്കും. കയ്യിൽ ആ മാല എപ്പോഴും കാണും, പറഞ്ഞുകൊണ്ടിരിക്കും. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഫ്രാൻസിസേ, നീ ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇതിൽ നിന്നെല്ലാം വിടുതൽ തരാൻ ദൈവത്തിന് കഴിയും. അപ്പം ഞാൻ ഉണ്ടായി എൻ്റെ മനസ്സിലുള്ള പ്രയാസം കൊണ്ട് ഞാൻ അങ്ങനെ തലയാട്ടിക്കൊണ്ടിരുന്നു. അവർക്കും പറഞ്ഞ് പ്രാർത്ഥിക്കുക, കർത്താവ് സുഖം തരും. അപ്പോഴാണെങ്കിൽ എനിക്കാകെ തീരെ ഉള്ളിൽ ഭയങ്കര ഒരു പരിഹാസമായിപ്പോയി. എൻ്റെ മുന്നിൽ ഇത്രയും വർഷം ഏകദേശം 2 വർഷം കൊണ്ടേ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നു, ഇതേ ചെയ്യുന്നു. അവന് സുഖം കിട്ടുന്നില്ല, എനിക്ക് സുഖം തരുമെന്ന് പറയുക. എനിക്കാണെങ്കിൽ വിശ്വാസവുമില്ല. ദൈവം എന്ന് പറയുന്ന ഒരു വിശ്വാസവും എനിക്കില്ല. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഇതൊക്കെ കണ്ടു വളർന്നതാണ്. വിവാഹം കഴിച്ചപ്പോൾ CSI പള്ളിയിൽ വെച്ച് കാര്യസാധ്യത്തിന് വേണ്ടി വിവാഹം കഴിച്ചു. പക്ഷേ അവൾ പ്രാർത്ഥിക്കും. അവൾ നല്ല പ്രാർത്ഥനയും ബൈബിൾ വായനയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ബോംബെയിൽ 2 വർഷത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ എനിക്ക് ഈ വിശ്വാസമായിട്ട് ഞാൻ ജോലിയായി എൻ്റെ പാടായി അങ്ങനെയൊക്കെ കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇവ എൻ്റെ അടുത്ത് പറയുക, പ്രാർത്ഥിക്ക് സുഖം കിട്ടുമെന്ന്. എനിക്കാണെങ്കിൽ ഒരു ഇരിക്കുന്ന ദേഷ്യവുമുണ്ട്, പരിഹാസവും. ഞാൻ ഉള്ളിൽ പരിഹസിക്കും. കാരണം ഇവൻ എന്ത് മണ്ടത്തനാണ് വിളിച്ച് പറയണതെന്ന് പറഞ്ഞുകൊണ്ട്, ഇവനെ സുഖം കിട്ടുന്നില്ല, എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പറയുമായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്രമാത്രം സ്നേഹമുള്ളവനാണെന്ന് തിരിച്ചറിയണം. അതാരും അറിയുന്നില്ല. പക്ഷേ എനിക്ക് ഈ അസുഖം കൂടെ ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം ഇവൻ്റെ കൂടെ കരസ്മറ്റിക് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്ന് അവിടെ നല്ല പ്രാർത്ഥനയാണ്, ഒക്കെയാണ്. എല്ലാം അവർ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. സെയിം ബന്ദിക്കോസിലെ ആരാധന പോലെ തന്നെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നു, എല്ലാം ചെയ്യുന്നു. പിന്നെ അവിടെ അവർ ജപമാല പറയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്തു. ഞാനിങ്ങനെ സ്ഥിരമായിട്ട് വെള്ളിയാഴ്ച ദിവസം അവൻ്റെ കൂടെ പോവും. പിന്നെ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി. എനിക്ക് രോഗത്തിനൊരു വിടുതലില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എനിക്ക് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് തന്നു, പൈൽസിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പോൾ എനിക്ക് ഭയമായി. എന്ത് ചെയ്യും? എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവൻ ഓപ്പറേഷൻ ചെയ്തിട്ട് അവന് ഇങ്ങനെ സംഭവിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ആകെപ്പാടെ ക്ഷീണമായിപ്പോയി. അതുമാത്രമല്ല, എനിക്ക് പ്രയാസം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ എനിക്ക് അപ്പോൾ 2 പിള്ളേർ ആയി. 3 പിള്ളേരുണ്ട്. 3-ൽ 2 പെൺപിള്ളേരാണ്. അവർക്ക് കല്യാണം കഴിഞ്ഞു. മോനുണ്ട്, അവന് എയർപോർട്ടിൽ ജോലി ചെയ്യാണ്, എയർലൈൻസിൽ. എല്ലാം ദൈവം അനുഗ്രഹമായി വച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്കപ്പോൾ ടെൻഷനായി, എൻ്റെ മക്കളെ ഇനി ആര് നോക്കും? എനിക്കിങ്ങനെ ഈ ഗതി വന്നു. ഞാൻ ചിലപ്പോൾ വെള്ളത്തിൽ വിളുന്ന് ചത്തുപോകും, ചിലപ്പോൾ തീരെ അടുക്കലായിട്ട് വിളുന്ന് ചത്തുപോകും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉരുണ്ട് വിളുന്ന് ചത്തുപോകും. കാരണം അവസ്മാര രോഗം അങ്ങനെയാണ്. അവസ്മാര രോഗം വന്നു കഴിഞ്ഞാൽ എവിടെ വരണം അവിടെ വീഴും. വെള്ളത്തിൽ വീഴുന്ന അതോടെ തീരും. യാത്രയിൽ എവിടെയെങ്കിലും വീഴുന്ന അതോടെ തീരും. അതാണ് അവസ്മാര രോഗം. എനിക്കാണ് ടെൻഷനായിപ്പോയി. അപ്പോൾ ഇവൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ മനസ്സിൽ തോന്നി, ഏതായാലും ഇവൻ പറയണമല്ലോ, എനിക്ക് വിശ്വാസമില്ല, ഇവരെ കൂടെ പോകണമെന്നേ ഉള്ളൂ, ഇവരെ കൂടെ ഞാനങ്ങ് പോകണമെന്നേ ഉള്ളൂ, എനിക്ക് വിശ്വാസമില്ല. എന്നാൽ എൻ്റെ മനസ്സിലൊരു ദിവസം തോന്നി, ഏതായാലും നമുക്കൊന്ന് പരീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ താമസിക്കുന്ന ടെറസിൻ്റെ മുകളിൽ കയറി ഇരുന്നുകൊണ്ട് രാത്രി ഒരു 10 മണിയാവും ഇരുന്നുകൊണ്ട് ഞാൻ അപ്പോഴാണ് ദൈവമേ എന്ന് വിളിച്ചു. ഞാൻ യേശു ക്രിസ്തുവിനെ കർത്താവേ എന്ന് വിളിച്ചു. ദൈവമേ, എല്ലാവരും പറയുന്നു നീ ദൈവമാണെന്ന്, എല്ലാവരും പറയുന്നു നീ ദൈവമാണെന്ന്. എനിക്ക് അന്നത്തെ കാര്യം ചിന്തിക്കുമ്പോൾ
വളരെ എല്ലാവരും പറയുന്നു നീ ദൈവമാണെന്ന്. ഞാനും വിശ്വസിക്കുന്നു. ഈ ശരീരം നീ ഉണ്ടാക്കിയതാണ്. ഈ ശരീരത്തിൽ എല്ലാ അവയവങ്ങളും അങ്ങയുടെ സൃഷ്ടി, അങ്ങയുടെ അങ്ങ് കൈകൊണ്ടുണ്ടാക്കിയ ശരീരമാണ്. എൻ്റെ ഈ ശരീരത്തിൽ കത്തിവയ്ക്കാൻ ദൈവം അനുവദിക്കരുത്. ഞാൻ അങ്ങേ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ദൈവമാണെങ്കിൽ എനിക്ക് സൗഖ്യം തരണം. ഞാൻ വിശ്വസിക്കുന്നു. ആഭിചാരം ചെയ്ത് കടന്ന കുടുംബത്തിലുള്ളവനാണ് ഞാൻ. അങ്ങ് ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് സുഖം വേണം. ഇന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കരഞ്ഞ്, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിഞ്ഞൂടാ, ഇങ്ങനെ അങ്ങ് പറഞ്ഞ് എനിക്ക് അങ്ങനെ ഇരുന്ന് കരഞ്ഞു, അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒന്നും അറിയാൻ പാടില്ല. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇനി വന്നു. രാവിലെ എണീറ്റ് ജോലിക്ക് പോയി. ജോലിക്ക് പോയിട്ട് വന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് വന്ന്, അതായത് 6 മണിക്കൊരു ഡ്യൂട്ടിയാണ് അവിടെ. വന്ന് 1 മണിക്ക് ശേഷം വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. ഒരു 5 മണിയായപ്പോൾ എണീറ്റിട്ട് എൻ്റെ കയ്യിൽ ഈ വേദപുസ്തകമുണ്ട്. അന്നത്തെ വേദപുസ്തകമാണ്, പഴയതായി, കണ്ടോ? ഈ വേദപുസ്തകം തന്നെ അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അത് ഞാൻ ഇപ്പോഴും എൻ്റെ നെഞ്ചോട് ചേർത്ത് തന്നെ കൊണ്ടു നടക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇത് പറയണ കാരണം, ഈ വചനം ഇത് വിശ്വസിക്കുന്നവർക്ക് ജീവനും നിത്യജീവനും എല്ലാമാണിത്. കാരണം വചനം ദൈവമാണ്. യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം തൊട്ട് പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ആ വചനം മാംസം ധരിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, നമ്മളോടുകൂടെ പാർത്തു. ആ ജീവൻ്റെ വചനം ഇതിൽ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഈ വേദപുസ്തകം എന്ന് പറയുന്നത് സത്യമാണ്. ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ സംഭവിച്ചുകൊണ്ട് വരികയാണ്. ലോക ആരംഭം മുതൽ ലോക അവസാനം വരെ ഉള്ള കാര്യങ്ങൾ ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു വ്യത്യാസവുമില്ല. ഇനി നടക്കാൻ പോകുന്നതും ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൽ നല്ലവരെ കുറിച്ചും പറയുന്നു, കെട്ടവരെ കുറിച്ചും പറയുന്നു, പാപം ചെയ്തവനെയും കുറിച്ച് പറയുന്നു, പാപം ചെയ്യാത്തവനെ കുറിച്ചും പറയുന്നു, സാത്താനെ കുറിച്ച് പറയുന്നു, ദൈവത്തെക്കുറിച്ച് പറയുന്നു, സാത്താൻ സംസാരിച്ചതെക്കുറിച്ച് പറയുന്നു, ദൈവം സംസാരിച്ചതെക്കുറിച്ച് പറയുന്നു, ദുഷ്ടൻ സംസാരിച്ചതെക്കുറിച്ചും പറയുന്നു. അങ്ങനെ ഇതിൽ മറനീക്കി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്തെല്ലാം. ഇതിനെ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായും രക്ഷ ഉണ്ടാവും. ദൈവം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ചുംബിക്കണോ, ഇതിനെ ആരാധിക്കണോ എന്ന് ഞാൻ പറയില്ല. കാരണം ഇതിനെ ചുംബിക്കുന്നത് പോലും പാവമാണ്, ചെയ്യാൻ പാടില്ല. ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇത് മനുഷ്യൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ബൈബിൾ എന്ന് പറഞ്ഞാലും ഇത് നമുക്ക് തന്നിരിക്കുന്നത്, ഇതിനെ മാറോടണയ്ക്കാം, സ്നേഹിക്കാം, കൂടെ കൊണ്ട് നടക്കാം, ചുംബിക്കാം, നമ്മളെ കിടക്കമേൽ വെച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കാം, ഒരു കുഴപ്പവുമില്ല. എന്നാൽ ഇതിനെ തൊട്ട് ചുംബിക്കാൻ പാടില്ല എന്നുള്ളത് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സ്തോത്രം. നിങ്ങൾക്ക് ചിലപ്പം പ്രയാസം കാണും, ബൈബിളെ ചുംബിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്. ബൈബിളെ ചുംബിക്കുന്നത് പോലും പാപമാണ് സഹോദരങ്ങളെ, ചുംബിക്കാൻ പാടില്ല. കാരണം ഇത് നമ്മളെ മാറോടണയ്ക്കുക, കൂടെ കൊണ്ട് നടക്കുക, എല്ലാം ചെയ്യുക, അതിന് ഒരു കുഴപ്പമില്ല. ഇതിനെ കെട്ടിപ്പിടിച്ച് കൊണ്ട് നടന്നാലും ഭയങ്കര ഒരു അനുഗ്രഹമാണ്. കാരണം ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനെ യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായം തൊട്ട് ഞാൻ ഇത് വായിക്കാൻ തുടങ്ങി. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഈ പൈൽസിൻ്റെ രോഗത്തിൻ്റെ ഈ വേദന എൻ്റെ ശരീരത്തു നിന്ന് കുറേശ്ശെ അങ്ങ് താഴോട്ട് ഇറങ്ങുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, കള്ളമല്ല, കെട്ടുകഥയല്ല, ഒന്നുമല്ല, എൻ്റെ ജീവിത അനുഭവമാണ്. അന്ന് എൻ്റെ രോഗം സുഖമായി. 2-3 വർഷം ബോംബെയിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. മസ്കറ്റിൽ പോയി
1-2 വർഷം ആ അവസാനം ഓപ്പറേഷൻ ചെയ്യണം. അതേ രോഗം എൻ്റെ സർവശക്തനായ ദൈവം, ഈ കർത്താവായ യേശു ക്രിസ്തു എന്നെ സൗഖ്യമാക്കി. ഞാനിപ്പോഴും പറയും, അവൻ ജീവിക്കുന്ന ദൈവമാണ്. ഇതിൽ ഒരു സംശയവുമില്ല. അവനെ വിശ്വസിക്കുന്നവർക്ക് മഹത്വം കാണാൻ സാധിക്കും. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ മഹത്വം കാണാൻ സാധിക്കും. അതിൽ ഒരു സംശയവുമില്ല. അന്ന് എൻ്റെ രോഗം സൗഖ്യമായി എന്ന് ഞാൻ ധൈര്യത്തോടുകൂടെ ഇന്നും പറയുന്നു. അതിനേശം ഇതുവരെ വന്നിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. എന്നും കഴിക്കും, എന്ത് വേണമെങ്കിലും കഴിക്കും, എത്ര എരിപ്പും കഴിക്കും, എന്നും കഴിക്കും, ഒരു കുഴപ്പവുമില്ല. കാരണം ജീവനുള്ള ദൈവം സൗഖ്യമാക്കിയതാണ്. ഈ ലോകത്തിലെ മനുഷ്യൻ സൗഖ്യമാക്കിയതല്ല, ഡോക്ടർമാർ സൗഖ്യമാക്കിയതല്ല, എൻ്റെ ദൈവം സൗഖ്യമാക്കിയതാണ്. ഇതുവരെ എൻ്റെ ശരീരത്തിൽ ആ ഓപ്പറേഷൻ്റെ കത്തി തൊടുവാൻ ദൈവം സമ്മതിച്ചിട്ടുമില്ല. സ്തോത്രം. അപ്പോൾ അങ്ങനെ സൗഖ്യമായി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ എല്ലാ രോഗം, അതായത് മറ്റേ അവസ്മാര രോഗം പിന്നെ വന്നിട്ടേ ഇല്ല. അത്രമാത്രം ഭയങ്കര ഒരു അത്ഭുത സൗഖ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അന്ന് തന്നു ദൈവം. അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം പറയാം. സൗഖ്യം വേണമെന്ന് താല്പര്യപ്പെടുന്നവർ, ദൈവത്തിൽ നിന്ന് സൗഖ്യം വേണമെന്ന് താല്പര്യപ്പെടുന്നവർ, വിശ്വാസം, ആഴമായ വിശ്വാസം ദൈവത്തോട് വേണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിലുള്ള, അതായത് നമ്മളെ ശരീരത്തിലുള്ള തിന്മകൾ എല്ലാം നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. തയ്യാറാകുമ്പോൾ തന്നെ ദൈവം അറിയും. കാരണം നമ്മളെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ് ദൈവം. മനുഷ്യൻ നമ്മളെ പുറത്തുള്ള മുഖം നോക്കുന്നു, എന്നാൽ ദൈവമോ നമ്മളെ ഹൃദയങ്ങളെ നോക്കുന്നു. നമ്മളെ ഹൃദയത്തെ നോക്കി നമുക്ക് ഫലം തരുന്നവനാണ് ഈ കർത്താവായ യേശു ക്രിസ്തു. അതായത് നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം. അപ്പോൾ അങ്ങനെ ഇരിക്കെ കരിസ്മാറ്റിക് പ്രാർത്ഥനയിൽ ഞാൻ വളരാൻ തുടങ്ങി, ജപമാല പറയാൻ തുടങ്ങി, പിന്നെ ദർശനങ്ങൾ കാണാൻ തുടങ്ങി. എന്നെ എല്ലാവരും ബ്രദർ എന്ന് വിളിച്ചു. ബ്രദർ ഫ്രാൻസിസ്. ഒന്ന് ചിന്തിക്കണേ എൻ്റെ ആത്മീയ ജീവിതത്തിലുള്ള വളർച്ച. ദൈവം എന്നെ നടത്തുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ബൈബിള് ഞാൻ 1-2 പ്രാവശ്യം അങ്ങ് സ്ഥിരമായിട്ട് വായിക്കും. അതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നന്നായി എനിക്ക് മനസ്സിലാക്കി തരികയാണ്. പരിശുദ്ധാത്മാവ് എനിക്കത് കറക്റ്റായി മനസ്സിലാക്കി തരും. അപ്പോൾ ജപമാല പറയുന്നത്, പിന്നെ കാലാപ്പള്ളിയിലും സോഹാറിൽ, നിസ്വ, ഇങ്ങനെ സൂറ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മലയാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ ചർച്ചുകളിൽ ഒക്കെ കർത്താവിൻ്റെ വചനം സംസാരിക്കാനും എല്ലാത്തിനും എന്നെ ദൈവം ഉപയോഗിക്കാനും തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം നല്ല ദൈവം എത്രമാത്രം വലിയവനാണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്നെ നടത്തുന്ന വിധം. എന്നാൽ ഒരു കാര്യം, പ്രിയ സഹോദരങ്ങളെ, എനിക്ക് സുഖമായ രോഗം തിരിച്ചു വരികയാണ്. അവിടെയാണ് ഞാൻ പിന്നെ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണെങ്കിൽ ഒരുത്തൻ എന്നെ ചവിട്ടത്തടിച്ചാൽ ഇങ്ങനെ അടിയെന്ന് കാണിച്ചു കൊടുക്കും. തെറി വിളിച്ചാൽ തിരിച്ച് പറയില്ല, ചിരിക്കും ഞാൻ. ഒരുത്തൻ എന്നെ മുഖത്ത് നോക്കി തെറി വിളിച്ചാൽ അവനെ നോക്കി ഞാൻ ചിരിക്കും. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ അവർ ദൂരെ നോക്കിക്കൊണ്ട് അവർ എന്നെ ഒരുമാതിരി കളിയാക്കും. ഇത്രയും തെറി വിളിച്ചിട്ട് ഇവൻ മിണ്ടാത്തത്, ഇത്രയും തെറി വിളിക്കുന്ന ഇവൻ ഒരു അക്ഷരം പോലും മറുപടി പറയുന്നില്ലല്ലോ, എന്താണ് കാരണം പറഞ്ഞു. അവർ വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കും, ഒരക്ഷരം ഒന്നും ചെയ്യാൻ പോവില്ല. എപ്പോഴും ദൈവമേ 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 എന്നുള്ള. എന്നിട്ട് എൻ്റെ രോഗം തിരിച്ചു വരുന്നു. വീണ്ടും ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. കർത്താവേ, അന്ന് ഞാൻ അങ്ങേ അറിഞ്ഞില്ല, അങ്ങ് ഞാൻ അങ്ങയോട് ഭക്തനായിരുന്നില്ല, അങ്ങേ ഞാൻ വിശ്വസിച്ചിരുന്നില്ല, വിഗ്രഹാരാധിയായിരുന്നവനാണ്, ഇത്രയും മ്ലേച്ഛത ചെയ്തുകൊണ്ട് നടന്നവനാണ്, കള്ളു കുടിക്കുന്നവനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. എന്നിട്ട് പോലും ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവെ നീ സൗഖ്യമാക്കിയല്ലോ. ഇന്നാണെങ്കിൽ ഞാൻ ഇത്രയും വിശുദ്ധിയോടും ഭക്തിയോടും കർത്താവെ ജീവിക്കുന്നല്ലോ. എന്തുകൊണ്ട് എനിക്കിങ്ങനെ ദർശനങ്ങൾ കാണുന്നു? സഭയിൽ അവിടെ ദർശനങ്ങൾ ഇങ്ങനെ കണ്ണടച്ച് ഒരാൾ എൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെളിച്ചപ്പാട് ദർശനം കറക്റ്റാണ് കാണും. അത് ഞാൻ പറയും, അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പിറ്റാഴ്ചയിൽ വരുമ്പോൾ അവർ പറയുകയാണ്, ബ്രദർ ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് സംഭവിച്ചു, ദൈവം എന്നെ രക്ഷിച്ചു എന്നൊക്കെ സാക്ഷി പറയും.
ഇതൊക്കെ കേട്ടുകൊണ്ട് കിടക്കണവനാണ് ഞാൻ. എന്തുകൊണ്ട് രോഗം വന്നെന്നറിയില്ല. ഞാൻ ഇതുപോലെ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. നീ ആദ്യം സുഖമായതെങ്ങനെയെന്ന്. ഞാൻ അവിടെ മിണ്ടാതിരുന്നു. കുറച്ച് നേരം ഇരുന്നിട്ട്, ആദ്യം സുഖമായത് കർത്താവേ, ആദ്യം സുഖമായത് അങ്ങയോട് പ്രാർത്ഥിച്ചു. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങയോടല്ലോ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഇപ്പോഴോ? അടുത്ത ചോദ്യം. ഇപ്പോൾ ഞാൻ ആരാധനയ്ക്ക് പോകുന്നു, വചനം പ്രസംഗിക്കുന്നു, ജപമാല പറയുന്നു, എല്ലാ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്നോടത്ത് വീണ്ടും ചോദിക്കുകയാണ് ഒരാത്മാവ്, അപ്പോൾ ഇപ്പോൾ എന്താണ് നിനക്ക് സംഭവിച്ചതെന്ന് ചിന്തിക്കുകയെന്ന്. എൻ്റെ ദൈവം അന്നേരം ഒരു മനസ്സ് തോന്നി. ഞാൻ ഈ ജപമാലയെ വെച്ച് നിർത്തി, ജപമാല പറയുന്നതിനെ നിർത്തി. കാരണം ആദ്യം സുഖം തന്നത് കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ച്, കർത്താവാണ്. ജപമാലയെ ഞാൻ വെച്ച് മതിയാക്കിയിട്ട് യേശുവിനെ വിളിച്ച് തന്നെ പ്രാർത്ഥിച്ചു. പിന്നെ ഇവരെ കൂട്ടായ്മകളിലൊക്കെ പോവും, പ്രസംഗിക്കാൻ പോവും, എല്ലാം ചെയ്യും. പിന്നെ ദർശനമൊന്നും കാണില്ല. ജപമാല നിർത്തിയതും ദർശനവും പോയി. പിന്നെ ഇവരെ കൂട്ടത്തിലിരിക്കും, ജപമാല പറയില്ല. അങ്ങനെ കുറച്ച് ദിവസം പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞത് ഇവൻ്റെ രോഗം സുഖമായി, അതേ രോഗം സുഖമായി. അപ്പം അങ്ങനെയാണ് ദൈവം എന്നെ പഠിപ്പിക്കുന്നത്. എന്താണ് സത്യം, എന്താണ് അസത്യം, ഇത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. ഏതെന്ന് വെച്ചാൽ കർത്താവ് 7 സഭയെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭയെ പറയും. 7 സഭയിൽ ഒരു സഭയിൽ എസബേലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു സഭയിൽ ബാലാക്കിനെ ഉപദേശിച്ച ബലയാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കത് എടുത്തു വെച്ച് വായിക്കാം. ഈ വചനം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വീട്ടിൽ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് ഇത് ചെക്ക് ചെയ്യുക. ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് നോക്കിക്കോണം. ഇതാണ് സഭയിൽ വന്ന് കയറിയ സാത്താൻ, ദുഷ്ടാത്മാവ്. ഇന്നല്ല, അന്ന് വന്ന് കയറി 7 സഭ എങ്ങനെ ഉരുവായി അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുവാൻ സാധിക്കും. വിശ്വാസികളുടെ കൂട്ടം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ആരൊക്കെ? ശിഷ്യന്മാരുണ്ടായിരുന്നു, കർത്താവിൻ്റെ അമ്മ മറിയ ഉണ്ടായിരുന്നു, എല്ലാവരുടെ ഇരുന്ന സമയത്ത് വലിയ കുടിമുഴക്കം പോലെ. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലാണ് നമുക്കിത് കാണുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും വന്നു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു. ആരൊക്കെ? അപ്പോസ്തലന്മാർ എല്ലാവരും, കൂടെ മറിയയും എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അന്യഭാഷ സംസാരിച്ചുവെന്ന് വചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സഭയാണ് ഈ സഭ. അന്നുണ്ടാക്കിയ സഭകളാണ്. അതിൽ ഉണ്ടായതാണ് 7 സഭ. ആ 7 സഭയിൽ സ്മരണയിലെ സഭയ്ക്കാണ് ഇത് എഴുതുന്നത്. അതിൽ വായിക്കുക, താഴെ പറയുന്നുണ്ട്, നീ എങ്കിലുള്ള വിശ്വാസം നിശ്ചയിച്ചിട്ടില്ല, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊന്ന് കുറ്റം പറയുവാൻ ഉണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിന് ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ച് കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. എവിടെയാണുണ്ടെന്നറിയാമോ? സ്മരണയിലെ സഭയിലാണ്. സഭയ്ക്കാണ് പറയുന്നത്. സഭയിൽ വന്ന് കയറി. അന്ന് ആര്? ഈ ബിലയാമിൻ്റെ ഉപദേശം പിടിക്കുന്നവർ, വിഗ്രഹാർപ്പിതം ചെയ്യുന്നവർ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ, കർത്താവ് നിയമിച്ച കർത്താവിൻ്റെ സഭയിൽ വന്ന് കയറി എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് ഇവിടെ എനിക്ക് സംഭവിച്ചത്.
സഭയിൽ ഈ സഭയിൽ ദൈവജനത്തിന് യഥാർത്ഥമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ കൃപ അനുഭവിക്കാൻ പറ്റാതെ ഈ ബിലയാമിൻ്റെ ആത്മാവും ഇനി അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട് ജസബേലിൻ്റെ ആത്മാവും, അതായത് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനിതാ നിർത്തുന്നു. കാരണം ഇതിപ്പോൾ ഇത്രയും ദൈവം ഇത് യൂട്യൂബിൽ ഇടുവാൻ അനുവദിക്കുമോ അറിയില്ല. കാരണം എന്നാലും ഇടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിലയാമിൻ്റെ ഉപദേശം എന്ന് പറയുമ്പോൾ അത് പഴയ നിയമത്തിൽ ഇത് തുടങ്ങുന്ന കാര്യമാണ്. വിഗ്രഹങ്ങളെ ആരാധിക്കുക, മരിച്ചവരെ ആരാധിക്കുക. മരിച്ചവരെന്ന് പറയുമ്പോൾ മൗനതയിലായവർ, ഈ ലോകത്തിൽ ജീവിച്ച എല്ലാവരും ഒരു ദിവസം മരിക്കും. എന്നാൽ കർത്താവിൽ വിശുദ്ധരായി ജീവിക്കുന്ന അപ്പോസ്തലന്മാരാകട്ടെ ഈ മറിയാകട്ടെ സർവ്വതും എല്ലാവരും അവർ നിദ്രയ്ക്ക് പോകുന്നവരാണ്. അതാണ് സങ്കീർത്തനങ്ങൾ 115 സങ്കീർത്തനം 17 വാക്യം അതെടുത്ത് വായിച്ചു നോക്കുക. മരിച്ചവരും മൗനതയിലായവരും ആരും കർത്താവിനെ സ്തുതിക്കുന്നില്ല. ഇനി ഒരു കാര്യം, ഒരു സംഭവം കൂടെ ഞാൻ പറഞ്ഞുതരാം. ആബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് ധനവാനും ലാസറും മരിച്ചപ്പോൾ ധനവാൻ പാതാളത്തിലേക്ക് പോയി അവിടെ ഇരുന്നു കൊണ്ട് ആബ്രഹാം പിതാവിനെ നോക്കി നിലവിളിക്കുന്നു. അവിടെ നോക്കുമ്പോൾ ലാസർ ആബ്രഹാം പിതാവിൻ്റെ മടിയിലിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കിടന്ന് വേദന അനുഭവിക്കുന്നു, ലാസറിൻ്റെ വിരലിൻ്റെ ഒരു തുമ്പെങ്കിലും തൊട്ട് എന്നെ നനപ്പിക്കണമെന്ന് പറയുകയാണ്. എല്ലാവർക്കും അറിയാം, ബൈബിൾ വായിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. ഇല്ല എങ്കിൽ ഞാൻ അതിൻ്റെ വാക്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞാൻ പറഞ്ഞു തരാം. എന്നാലും ഞാനൊരു കാര്യം പറയുകയാണ്. മരിച്ചുപോയ, അതായത് നിദ്രയിലായ വ്യക്തികൾ ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്നാണ് ബൈബിൾ വാക്യം നമുക്ക് പറഞ്ഞു തരുന്നത്. അവരെല്ലാവരും നിദ്രയിലാണ്. കർത്താവായ യേശു ക്രിസ്തു ഇനി വരും, സ്ഥലമൊരുക്കിയിട്ട് വരുമ്പോൾ ഇവരെല്ലാവരെയും വിളിക്കും, പേര് ചൊല്ലി വിളിക്കുമ്പോൾ അവരെല്ലാവരും വരും. എല്ലാവരും ഉറുത്തെഴുന്നേറ്റ് വരും. അതാണ് ഈ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത് അതാണ്. ഈ വിശ്വാസത്തെ, അതായത് ഈ മരിച്ചുപോയ ആളുകളെ വിളിച്ചാൽ വരുന്നത് ഈ ബിലയാമിൻ്റെ ആത്മാവാണ്. അത് ഞാൻ ബൈബിളിൽ ഉള്ള വാക്യം ഞാൻ എടുത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എവിടെയാണ്, എങ്ങനെയാണ് ഇത് രൂപപ്പെടുന്നു, എവിടെ നിന്നാണ് വരുന്നു, എങ്ങനെയാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ ഇത് പ്രവേശിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് എന്നെ കാണുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു അവൻ മാത്രമാണ് സർവ്വതും. അവനെ മാത്രമേ വിശ്വസിക്കാവൂ, അവനെ മാത്രമേ വിളിക്കാവൂ. പരിശുദ്ധാത്മാവ് സഭകളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കുന്നു, യേശു ക്രിസ്തുവിനെ മാത്രമേ വിളിക്കാവൂ. അവൻ മാത്രമാണ് രക്ഷകൻ, അവൻ മാത്രമാണ് വിടുവിക്കുന്നവൻ. അവൻ്റെ ഇടയിൽ നിങ്ങൾ ആരെങ്കിലും ചത്തുപോയവരെയോ ആരെങ്കിലും വിളിക്കുമെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ആത്മാവ് വരില്ല, വരുന്നതെല്ലാം ഭൂതവും ദുഷ്ടാത്മാക്കളുമായിരിക്കുമെന്ന് ഞാൻ ഈ സമയം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വിടുവിച്ച് ഏകസത്യദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കുന്നവരായി തീർക്കേണ്ടതിന് ദൈവം നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിന്ന് ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ മറ്റുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിന്ന് നിർത്തുകയാണ്. സ്തോത്രം.